Hi everyone, welcome to Dream Lecture. I'm Sarah Verghese, your taxation faculty. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രീ മാർച്ച് മോക്ക് എക്സാമിന്റെ സെക്ഷൻ സിയിലെ 2 ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ സിയിൽ നമുക്കറിയാം അവിടെ 3 ക്വസ്റ്റ്യൻസ് കാണും. ഒരു 10 മാർക്ക് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ 2 50 മാർക്ക് ക്വസ്റ്റ്യൻസും. ആൻഡ് ഈ 2 50 മാർക്ക് ക്വസ്റ്റ്യൻസ് വിൽ ഫോക്കസ് ഓൺ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ്. സോ നമ്മുടെ മോക്ക് എക്സാമിലെ ഇൻകം ടാക്സിന്റെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ ടാക്സിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഒരു ഇൻകം ടാക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് റിക്വയർമെന്റ് വായിക്കുക, ദെൻ അതിനുശേഷം സെനാറിയോ വായിക്കുക ആൻഡ് ആൻസർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഫസ്റ്റ് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ 11 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇവിടെ നമ്മളിത് ചോദിക്കുന്നത് ഇൻകം ടാക്സ് ലയബിലിറ്റി ഫോർ ദി ഇയർ 2024-25 കാൽക്കുലേറ്റ് ചെയ്യാനാണ്. സോ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻകം ടാക്സ് ലയബിലിറ്റി. നമുക്ക് സെനാറിയോ വായിക്കാം. Vera was employed by Fire Limited for many years. On 13 June 2024, Vera resigned from her employment with Fire Limited, and on 1st July 2024, she started a new employment with Seven Limited. സോ ഇവിടെ ആള് 5 ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ആൻഡ് 13 ജൂൺ 2024 അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് 7 ലിമിറ്റഡ് എന്ന് പറയുന്ന പുതിയൊരു സ്ഥലത്ത് ജോയിൻ ചെയ്യാണ്. സോ അപ്പോ നമ്മുടെ ടാക്സ് ഇയർ വരുന്നത് ഏപ്രിൽ ടു മാർച്ച് ആണ്. ആൻഡ് അപ്പോൾ 13 ജൂൺ 2024 ആള് 5 ലിമിറ്റഡിൽ നിന്നും റിസൈൻ ചെയ്തത്. അപ്പൊ എത്ര മാസം വരും ഈ 24-25 ടാക്സ് ഇയറിൽ നോക്കുകയാണെങ്കിൽ? മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ, മെയ്, ജൂൺ, 3 months ആണ് ആള് 5 ലിമിറ്റഡിൽ എംപ്ലോയിഡ് ആയിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞ് 1st ജൂലൈ തൊട്ടിട്ട് മാർച്ച് വരെ, അതായത് ബാക്കി 9 months ആള് 7 ലിമിറ്റഡിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ അടുത്ത് ആളുടെ കുറച്ച് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് വെറാസ് എംപ്ലോയ്മെന്റ് ഡ്യൂറിംഗ് ദി 5 year ഡ്യൂറിംഗ് ദി ടാക്സ് ഇയർ 2024-25. സോ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. 5 ലിമിറ്റഡില് ആളുടെ ഗ്രോസ് ആനുവൽ സാലറി എന്ന് പറയുന്നത് 72,000 ആയിരുന്നു. ആൻഡ് ഇത് ഗ്രോസ് ആനുവൽ സാലറി ആണ്. ആൻഡ് ഈ ഒരു 2024-25 എന്ന് പറയുന്ന ടാക്സ് ഇയറിൽ ആള് എത്ര മാസം നിന്നിട്ടുണ്ട്? 3 months. സോ നമ്മൾ ഈ 72,000 × 3/12 ചെയ്യണം. ഓക്കെ, ഇത് ഗ്രോസ് ആനുവൽ സാലറി ആണ് തന്നിരിക്കുന്നത്. ദെൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ആൾക്ക് ഒരു കാറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ കാറ് ആളുടെ ഓൺ കാർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കിന് വേണ്ടി. ആൻഡ് 1400 miles ആണ് ആള് കാർ യൂസ് ചെയ്തിട്ടുള്ളത്, ഓടിച്ചിട്ടുള്ളത്. ആൻഡ് അവിടുന്ന് അലവൻസ് കിട്ടിയിരിക്കുന്നത് 15 pence പെർ മൈലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് 45 pence ആണ് അല്ലെ, 45 pence പെർ മൈലാണ്. ഇവിടെ ആൾക്ക് 50 pence കിട്ടിയിട്ടുണ്ട്. സോ അത് നമ്മളപ്പോൾ എക്സ്ട്രാ വന്നത് നമുക്ക് ടാക്സബിൾ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. 7 ലിമിറ്റിലേക്ക് വരുമ്പോൾ അവിടെ ആളുടെ ഗ്രോസ് ആനുവൽ സാലറി എന്ന് പറയുന്നത് 90,000 ആണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ ആൾക്കൊരു ഹൈബ്രിഡ് ഇലക്ട്രിക് കമ്പനി കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് ഇലക്ട്രിക് കാർ ആണ്. ആൻഡ് CO2 എമിഷൻ വരുന്നത് 43 gram/km ആൻഡ് ഇലക്ട്രിക് റേഞ്ച് 29 miles ആണ്. കാറിന്റെ ലിസ്റ്റ് പ്രൈസ് 36,000 ആണ്. ആൻഡ് ഓൾ ഫ്യൂർ വെയർ പെയ്ഡ് ബൈ ദി വെറ. സോ ഇവിടെ നമുക്ക് ടാക്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ടാക്സ് ടേബിളില് ഓക്കെ, ഇവിടെ ടാക്സ് ടേബിളില് നമുക്ക് തന്നിട്ടുണ്ട് ഹൈബ്രിഡ് ഇലക്ട്രിക് കാർസിന്റെ ഒക്കെ റേറ്റ്സ്, അതായത് റേഞ്ചസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ആളുടെ CO2 എമിഷൻ 49 ആണ്. അതായത് 1 to 15 gram/km ഉള്ള ഇലക്ട്രിക് കാർസിന്റെ റേഞ്ചസ് ആണ് ഈ തന്നിരിക്കുന്നത്. സോ നമ്മുടെ 49 gram/km ആണ്. അപ്പൊ നമ്മൾ ഇതിൽ ഇലക്ട്രിക് റേഞ്ച് നോക്കും. ഇലക്ട്രിക് റേഞ്ച് 29 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 30 miles. സോ അപ്പോൾ നമ്മുടെ റേറ്റ് വരുന്നത് 40% ആണ്. സോ ഇലക്ട്രിക് കാറിന് നമുക്ക് എടുക്കുന്ന പെർസെൻറ്റേജ്, നമ്മുടെ ഇലക്ട്രിക് റേഞ്ച് അനുസരിച്ച് നമ്മൾ എടുക്കുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40% ആണ്. ആൻഡ് കാറിന്റെ ലിസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. സോ 36,000 × 14% ഇൻറ്റു എത്ര മന്ത്സ് ആണ്? ഒക്ടോബർ തൊട്ടിട്ടാണ്, ഒക്ടോബർ ടു മാർച്ച് എത്ര മന്ത്സ് ആണോ അതാണ് നമ്മൾ ഇലക്ട്രിക് കാറിന് നമ്മൾ എടുക്കുന്നത്. Then 7 Limited provided a flat for Vera to live in from 1st July 2024. The flat was purchased by the company on 1st August 2017 for
2,50,000 and had a market value of 300,000 on 1st July 2024. The company spent 15,000 on improvements on 1st May 2021. The annual value of the flat is 6,500. So, ആള് സെവൻ ലിമിറ്റഡ് നമ്മുടെ എംപ്ലോയിക്ക് ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു അക്കോമഡേഷൻ, അതായത് ഈ ഒരു ഫ്ലാറ്റ് കമ്പനി പർച്ചേസ് ചെയ്തെന്നാണ് 1st August 2017 ആണ്. ദാറ്റ് മീൻസ് 6 years എഗോ ആണ്. സോ നമ്മൾ എടുക്കേണ്ടത് മാർക്കറ്റ് വാല്യൂ ആയിരിക്കണം. ആൻഡ് അഗെയിൻ ഇവിടെ ഒരു 15,000 ഇംപ്രൂവ്മെന്റ്സ് വന്നിട്ടുണ്ട് എന്ന് 1st May 2021. ഈ 1st May 2021 വന്ന ഇംപ്രൂവ്മെന്റ് അത് ഈ 1st July 2024 മാർക്കറ്റ് വാല്യൂ ഇൻക്ലൂഡഡ് ആയിരിക്കണമല്ലോ. സോ നമ്മൾ ഈ ഒരു 15,000 എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ 2024 300,000 നമ്മുടെ വാല്യൂ ആയിട്ട് എടുത്താൽ മതിയാവും. ആൻഡ് ആനുവൽ വാല്യൂ ഓഫ് ദ ഫ്ലാറ്റ് 6,500 തന്നിട്ടുണ്ട്. Then, Seven Limited provided with an interest-free loan of 20,000 on 1st August 2024. No repayments were made during the tax year 2024-25. ഇവിടെ ഒരു ബെനഫിഷ്യൽ ലോൺ, അതായത് എംപ്ലോയിക്ക് ഒരു ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ബെനഫിഷ്യൽ ലോൺ എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ മാർക്കറ്റ് റേറ്റിനേക്കാളും കുറഞ്ഞൊരു റേറ്റിനാണ് നമ്മുടെ എംപ്ലോയിക്ക് ലോൺ കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ റീപേയ്മെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒഫീഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് 2.25% ആണ്, അല്ലെ? അപ്പോൾ ഈ 20,000 ഇൻറ്റു 2.25 ഇൻറ്റു നമ്മൾ ടൈം അപ്പോർഷൻ ചെയ്യണം. ടൈം അപ്പോർഷൻ ചെയ്യേണ്ടത് 1st August തൊട്ടിട്ട് നമ്മുടെ ഇയർ എൻഡ് മാർച്ച് വരെയുള്ളതാണ് ചെയ്യേണ്ടത്. ദെൻ അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് തരുന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഡിവിഡൻഡ് ഇൻകം ഉണ്ട് ആൾക്ക്. അതുപോലെ തന്നെ ആളൊരു പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷനിലേക്ക് 6,000 ഗ്രോസ് ആണിത്, 6,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ. ഇനി നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. ആൻസറിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നത് എന്താണ്? ഇൻകം ടാക്സ് ലയബിലിറ്റി ഫോർ ദി ടാക്സ് ഇയർ 2024-25 ആണ്. സോ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ നമ്മൾ ഫസ്റ്റ് ഹെഡ് കൊടുക്കുക. ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ 2024-25 ആൻഡ് പെർഫോമ സെറ്റ് ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. പെർഫോമയിൽ നമുക്കറിയാം, നമ്മൾ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ഇൻകം ആണുള്ളത്, അല്ലെ? നോൺ സേവിങ്സ് ഇൻകം, സേവിങ്സ് ഇൻകം, ദെൻ ഡിവിഡൻഡ് ഇൻകം. സോ ഇവിടെ നോൺ സേവിങ്സ് ഇൻകം, അതായത് ഈ എംപ്ലോയ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് അതർ ഇൻഫർമേഷനിൽ ഒരു ഡിവിഡൻഡ് ഇൻകവും കാണാം. സോ ഫസ്റ്റ് നോൺ സേവിങ്സ് ഇൻകം ഹെഡ് കൊടുക്കുക, ദെൻ ഡിവിഡൻഡ് ഇൻകം കൊടുക്കുക, ടോട്ടൽ ഇൻകം കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫൈവ് ലിമിറ്റഡിലെ സാലറി എത്രയായിരുന്നു? 7,200 ആണ് ഗ്രോസ് ആനുവൽ സാലറി എന്ന് പറയുന്നുണ്ട്. സോ 72,000 ഇൻറ്റു എത്ര മാസം? 3/12. ദെൻ അപ്രൂവ്ഡ് മൈലേജ് അലവൻസ്. ഇവിടെ ആള് ഓൺ കാർ യൂസ് ചെയ്തിരിക്കുന്നത് 1,400 ബിസിനസ് മൈൽസിനാണ്. ആൻഡ് ആൾക്ക് കിട്ടിയത് 0.5, അതായത് 5 pence ആണ് കിട്ടിയിട്ടുള്ളത്. സോ 1,400 ഇൻറ്റു 0.5 ചെയ്യുമ്പോൾ നമുക്ക് 700 കിട്ടും. ആൻഡ് ആക്ച്വലി നമുക്ക് എത്രയാണ് നമ്മുടെ അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് എന്ന് പറയുന്നത്? 0.45 ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന എക്സ്ട്രാ 70 ഉണ്ടല്ലോ, ഈ എക്സ്ട്രാ 70 നമുക്ക് ആക്ച്വലി ടാക്സബിൾ ആണ്. സോ നമ്മളത് ഇവിടെ അപ്രൂവ്ഡ് മൈലേജ് അലവൻസിന്റെ ഇവിടെ ഈ 70 നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ 5 ലിമിറ്റഡിന്റെ കേസിൽ പറഞ്ഞ 2 പോയിന്റ്സ്, അതായത് ആനുവൽ സാലറി എടുത്തു, അതുപോലെ തന്നെ അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് എടുത്തു. ദെൻ 7 ലിമിറ്റഡിൽ വരുമ്പോൾ സാലറി എത്രയാണ്? സാലറി 19,000 ആണ്. ആൻഡ് എത്ര മാസം ആണ് 7 ലിമിറ്റഡിൽ ആളുള്ളത്? 1st July 2024 തൊട്ട് 31st March വരെ, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, 9 months. സോ നമ്മുടെ ഗ്രോസ് ആനുവൽ സാലറി 19,000 ഇൻറ്റു 9/12 ചെയ്യും. നമ്മുടെ കാർ ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി ടാക്സ് ടേബിളിലൊക്കെ നോക്കി കണ്ടായിരുന്നു, 14% ആണെന്നുള്ള കാര്യം. സോറി, ഓക്കെ, 14% ആണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ 36,000 ഇൻറ്റു 14% ഇൻറ്റു 6/12 നമ്മുടെ കാർ ബെനിഫിറ്റ് കിട്ടി. 6/12 ആണ് നാട്ടിലത്തെ 6 1st October തൊട്ടിട്ടാണുള്ളത്. സോ ഒക്ടോബർ ടു മാർച്ച് 6 months. സോ 36,000 ഇൻറ്റു 14% ഇൻറ്റു 6/12 എടുത്തു. ദെൻ അക്കോമഡേഷൻ ബെനിഫിറ്റിൽ നമുക്കറിയാം ആനുവൽ വാല്യൂ എത്രയായിരുന്നു? 6,500. സോ 6,500
ഇൻറ്റു 9/12. 9 months അല്ലേ, നമുക്ക് എന്ന് തൊട്ടാണ് നമ്മൾ അവിടെ ജൂലൈ തൊട്ടിട്ട് ഉണ്ട്. സോ 9/12 ചെയ്തു. ദെൻ അഡീഷണൽ ബെനിഫിറ്റ് നമ്മൾ 6 years എഗോ ആണ് ഈ ഒരു ഫ്ലാറ്റ് കമ്പനി പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ മാർക്കറ്റ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 300,000. സോ 300,000 എടുക്കുക. ദെൻ ഈ 300,000 നമ്മുടെ ലിമിറ്റ് എത്രയാണ്? 75,000. 75,000 ഡിഡക്ട് ചെയ്യുക. ദെൻ ഈ എമൗണ്ടിന്റെ മേല് 2.25% ഇൻറ്റു 9/12 ആണ് നമ്മുടെ അഡീഷണൽ ബെനിഫിറ്റ് വരുന്നത്. സോ നമ്മുടെ അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2,25,000 ഇൻറ്റു 2.25% ഇൻറ്റു 9/12 ആണ് നമ്മുടെ അഡീഷണൽ ബെനിഫിറ്റ്. സോ നമ്മുടെ അക്കോമഡേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ വാല്യൂ പ്ലസ് അഡീഷണൽ ബെനിഫിറ്റോട് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് നമ്മുടെ അക്കോമഡേഷൻ ബെനിഫിറ്റ്. സോ നമ്മൾ ഈ അക്കോമഡേഷൻ ബെനിഫിറ്റിന്റെ ഇങ്ങോട്ട് ഈ ഒരു എമൗണ്ട് ലിങ്ക് ചെയ്തിടുക. ആൻഡ് ഈ ഒരു എമൗണ്ട് നമുക്ക് പോയിന്റ്സ് ഒക്കെ നമുക്ക് റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഇടുക. ഓക്കെ. ദെൻ ലോൺ നമ്മൾ പറഞ്ഞു റീപേയ്മെന്റ്സും വേറെ ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ റേറ്റ് 2.25 കൊടുത്തിട്ട് കൊടുക്കാം. വേറെ വർക്കിംഗ്സ് ഒന്നും ഇവിടെ വരുന്നില്ല. സോ ലോൺ എമൗണ്ട് 20,000 ഇൻറ്റു 2.25% ഇൻറ്റു എത്ര മാസം എന്നാ പ്രൊവൈഡ് ചെയ്തത്? ഓഗസ്റ്റില്. സോ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച് 8 months. സോ 8/12 ചെയ്യുക. 300. ഇതാണ് നമ്മുടെ ലോൺ ബെനിഫിറ്റ്. അപ്പൊ ഇത് എല്ലാം കൂടെ, അതായത് നമ്മുടെ 5ന്റെയും 7ന്റെയും എല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്. എംപ്ലോയ്മെന്റ് ഇൻകം. സോ സം അടിക്കുക, എല്ലാം സെലക്ട് ചെയ്യുക. ദെൻ ഇതാണ് നമ്മുടെ എംപ്ലോയ്മെന്റ് ഇൻകം. സോ നമ്മൾ നോൺ സേവിങ്സ് ഇൻകത്തിന്റെ അണ്ടറിൽ എംപ്ലോയ്മെന്റ് ഇൻകം ഇട്ടു. ദെൻ ഡിവിഡൻഡ് ഇൻകത്തിന്റെ അണ്ടറിൽ ഇടുക. ഡിവിഡൻഡ് ഇൻകം എത്രയാണ്? 1,500. ദെൻ ഇത് ടോട്ടൽ ചെയ്യുക, സം ഓഫ് ദിസ് ടു. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇതുപോലെ ഇവിടെ എടുത്തിടാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മുടെ ടോട്ടൽ ഇൻകം കിട്ടി. നെറ്റ് ടോട്ടൽ കിട്ടി. ദെൻ ഇതിൽ നിന്ന് നമുക്ക് പേഴ്സണൽ അലവൻസ് ഡിഡക്ട് ചെയ്യാം. പേഴ്സണൽ അലവൻസ് എത്രയാണ്? 12,570. സോ നമ്മൾ പേഴ്സണൽ അലവൻസും കൂടി ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ടാക്സബിൾ ഇൻകം. ഓക്കെ, സോ ടാക്സബിൾ ഇൻകം ഇതും നമ്മൾ റൗണ്ട് അപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മുടെ ടാക്സബിൾ ഇൻകം കിട്ടി. ദെൻ നമുക്ക് ഇൻകം ടാക്സ്, അതായത് നമ്മുടെ റേറ്റ്സ് വെച്ചിട്ട് ഇൻകം ടാക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പോകണം. സോ ഫസ്റ്റ് നോൺ സേവിങ്സ് ഇൻകം. നോൺ സേവിങ്സ് ഇൻകത്തിൽ ഫസ്റ്റ് നമുക്കിപ്പം ഈ ഇവിടെ ടോട്ടൽ കിട്ടിയിരിക്കുന്ന 85,000 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ആളൊരു ഹൈ റേറ്റ് ടാക്സ് പെയർ ആണെന്ന് മനസ്സിലായി. ദെൻ നമ്മൾ ഫസ്റ്റ് നോൺ സേവിങ്സ് ഇൻകത്തിൽ ബേസിക് റേറ്റ് കൊടുക്കും അല്ലെ. ബേസിക് റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് അതർ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഒരു പേഴ്സണൽ പെൻഷൻ സ്കീമിലേക്ക് ഒരു 6,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ 6,000 നമുക്ക് നമ്മുടെ ബാൻഡ് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. സോ നമുക്ക് 37,700 ആണ് നമ്മുടെ ബേസിക് ബാൻഡ്. അതിന്റെ കൂടെ ഒരു 6,000 കൂടെ ആഡ് ചെയ്യാം. സോ നമ്മുടെ ഇനി മുതലുള്ള നമ്മുടെ ബേസിക് എത്രയാണ്? 43,700 ആണ്. ഈ 43,700ന് 20%. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 84,492 മൈനസ് അപ് ടു 43,700 നമ്മൾ ബേസിക് കൊടുത്തു. ഇത് ബാലൻസ് ഉള്ള എമൗണ്ടിന് 40% കൊടുക്കും അല്ലെ. സോ ഇത് ഇൻറ്റു ചെയ്യുക. ആൻഡ് ഡിവിഡൻഡ് ഇൻകത്തിന്റെ കേസിൽ എങ്ങനെയാണ്? ഫസ്റ്റ് നമുക്കൊരു നിൽ റേറ്റ് ബാൻഡ് വരും അല്ലെ. നിൽ റേറ്റ് ബാൻഡ് 500, അതിന് 0%. ദെൻ ഹയർ വരും. ദെൻ ഹയർ വരുന്നത് എത്രയാണ്? ഓൾറെഡി ഉള്ളത് 1,500 ആണ്. അതിൽ 500 നമ്മൾ നിൽ റേറ്റ് ബാൻഡ് കൊടുത്തു. ബാക്കി 1,000ന് 33.75% വരും അല്ലെ. സോ ഇതും ഇൻറ്റു ചെയ്യുക. ആൻഡ് അപ്പൊ നമ്മുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ഈ 4 എമൗണ്ട്സിന്റെ സം ആയിരിക്കും. സോ നമ്മുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി 25,394 ആണ്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനാണ്. സോ നമ്മൾ ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി.
അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ വർക്കിംഗ്സ് ആണ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ സാലറി കൊടുക്കുമ്പോൾ അത് ടൈം അപ്പോർഷൻ ചെയ്യാന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ദെൻ മൈലേജ് അലവൻസിൽ എത്രയാണ് നമ്മുടെ അപ്രൂവ്ഡ് മൈലേജ് അലവൻസ് റേറ്റ് എത്രയാന്നുള്ളത് അറിഞ്ഞിരിക്കുക. ദെൻ 7ന്റെ കേസിൽ വന്നപ്പോഴും ഇതുപോലെ തന്നെ സാലറി ടൈം അപ്പോർഷൻ ചെയ്യുക. ദെൻ കാർ ബെനിഫിറ്റ്, ഇവിടെ CO2 എമിഷൻ, ഒരു ഹൈബ്രിഡ് ഇലക്ട്രിക് കമ്പനി കാർ ആയിരുന്നു. ദെൻ അതിൽ CO2 എമിഷൻ നോക്കുക. ദെൻ ഇലക്ട്രിക് റേഞ്ച് നോക്കുക. എന്നിട്ട് നമ്മൾ എത്ര പെർസെന്റേജ് ആണ് കൊടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുക. ദെൻ അക്കോമഡേഷൻ ബെനിഫിറ്റ്, അതിന്റെ വർക്കിംഗ്സ് അറിഞ്ഞിരിക്കുക. ദെൻ ലോൺ ബെനിഫിറ്റ് ആണെങ്കിലും നമ്മുടെ റേറ്റ്സ് ഒഫീഷ്യൽ റേറ്റ് 2.25 ആണ്. അതുപോലെ തന്നെ ടൈം പോർഷൻ ചെയ്യാൻ മറക്കരുത്. സോറി. ദെൻ ഡിവിഡൻഡ് ഇൻകം കൊടുക്കുക. പേഴ്സണൽ അലവൻസ് ഡിഡക്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ദെൻ പേഴ്സണൽ അലവൻസിൽ നമുക്ക് ഇപ്പോൾ 100,000 എക്സീഡ് ആയിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് നെറ്റിങ് 100,000 എക്സീഡ് ആയെങ്കിൽ നമ്മുടെ അതിൽ ഡിഡക്ഷൻ വരുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക പേഴ്സണൽ അലവൻസിന്റെ കേസിൽ. ദെൻ നമ്മുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ എന്തെങ്കിലും പേഴ്സണൽ പെൻഷൻ കോൺട്രിബ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കാം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ റേറ്റ്സ് 20, 40, 45 എന്നുള്ളതും, അതുപോലെ തന്നെ ഡിവിഡൻഡിന്റെ കേസിലാകുമ്പോൾ 8.75, 33.75, 39.35% ആണ് നമ്മുടെ റേറ്റ്സ് വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ, ഇൻകം ടാക്സിന്റെ ക്വസ്റ്റ്യനിൽ തന്നെ ക്വസ്റ്റ്യൻ ബി, സെറ്റ് ഔട്ട് ബ്രീഫ്ലി ദ കണ്ടന്റ് ആൻഡ് പർപ്പസ് ഓഫ് ദ പേയ് ഫോം P45 which were received from 5 Limited when her employment with the company ceased. അതായത് നമ്മുടെ ഈ പേയ് ഫോം P45 ആ ഒരു ഫോമിന്റെ കണ്ടന്റ് ആൻഡ് പർപ്പസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ P45 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രൊവൈഡഡ് ബൈ ദ എംപ്ലോയർ ടു ദ എംപ്ലോയി വെൻ ദ എംപ്ലോയി ലീവ്സ്. എംപ്ലോയി പോകുന്ന ടൈമിൽ എംപ്ലോയർ കൊടുക്കുന്ന ആ ഒരു ഫോമാണിത്. ആൻഡ് നമുക്ക് ഇവിടെ എഴുതാം, ദ P45 form will show whereas taxable earnings from 5 Limited up to 13 June 2024 to 13 June 2024 ആണ് ആൾ ലീവ് ചെയ്യുന്നത്. സോ അതുവരെയുള്ള ആളുടെ ടാക്സബിൾ ഏർണിംഗ്സ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അലോങ് വിത്ത് ഹർ പേ കോഡ്. സോ ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് 2 പോയിന്റ്സ് ആണ് പറയേണ്ടത്. ആൻഡ് നമ്മൾ പറഞ്ഞു എന്താണ് ഫോം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എ കോപ്പി ഓഫ് ദ ഫോം ഷുഡ് ഹാവ് ബീൻ ഗിവൺ ടു 7 Limited to enable them to correctly calculate whereas pay for the rest of 2024-25. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോമിന്റെ ഒരു കോപ്പി നമ്മൾ 7 Limitedന് കൊടുക്കണം. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 2 പോയിന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ സി, നമ്മുടെ ഇൻകം ടാക്സിൽ തന്നെ പാർട്ട് സി ആണ്. ആൻഡ് ഇതും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമ്മുടെ ചോദിക്കുന്നത് one advantage and one disadvantage of payrolling her benefit. പേറോളിംഗിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. സോ 1 അഡ്വാൻറ്റേജും 1 ഡിസഡ്വാൻറ്റേജും, അതാണ് 2 മാർക്സ്. അപ്പൊ നമ്മൾ ഓരോ പോയിന്റ്സ്, അഡ്വാൻറ്റേജിനും ഡിസഡ്വാൻറ്റേജിനും ഓരോ പോയിന്റ്സ് പറഞ്ഞാൽ മതി. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് പേറോളിംഗ് ബെനിഫിറ്റ്, ഇൻകം ടാക്സ് വുഡ് ബി കളക്ടഡ് ഓൺ എ റിയൽ ടൈം ബേസിസ്, സോ വേറെ വുഡ് ഹാവ് നോ അൺഎക്സ്പെക്ടഡ് ലയബിലിറ്റി. സോ നമ്മൾ റിയൽ ടൈം ആയിട്ട് നമ്മൾ ഓൾറെഡി അപ്പൊ തന്നെ പേയ്മെന്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് ആൾക്ക് ഒരു അൺഎക്സ്പെക്ടഡ് ലയബിലിറ്റീസ് ഒന്നും അറൈസ് ആവുന്നില്ല. ആൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഫ്ലോ ഡിസഡ്വാൻറ്റേജസ് വരും. അതായത് നമ്മൾ സെൽഫ് അസസ്മെന്റിൽ കൊടുക്കുന്നതിനേക്കാളും മുന്നേ നമ്മളൊരു പേറോളിംഗ് ബെനിഫിറ്റ് ഇതിൽ കൊടുക്കായതുകൊണ്ട്, ടാക്സ് പേ ചെയ്യായതുകൊണ്ട്, നേരത്തെ കൊടുക്കുന്നതുകൊണ്ട് നമുക്കൊരു ക്യാഷ് ഫ്ലോ ഡിസഡ്വാൻറ്റേജ് വരികയാണ്. സോ നമ്മൾ 2 പോയിന്റ്സ് പറഞ്ഞു. ഡിസഡ്വാൻറ്റേജ്, ദർ വുഡ് ബി എ ക്യാഷ് ഫ്ലോ ഡിസഡ്വാൻറ്റേജ് ഫോർ whereas ടാക്സ് വുഡ് ബി ഡ്യൂ ഏർലിയർ ദാൻ ഇറ്റ് വുഡ് ബി അണ്ടർ സെൽഫ് അസസ്മെന്റ്. സോ നമ്മൾ ഒരു 2 പോയിന്റ്, അതായത് അഡ്വാൻറ്റേജിന് ഒരു പോയിന്റ്, ഡിസഡ്വാൻറ്റേജിന് ഒരു പോയിന്റ് പറഞ്ഞു. സോ ഇത്രയാണ് നമ്മുടെ ഇൻകം ടാക്സിലെ ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് നമുക്ക് ഒരു ഇൻകം ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു 11 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ചെയ്തു. ദെൻ അതുപോലെ തന്നെ 2 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കോർപ്പറേഷൻ ടാക്സ്. സോ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ റിക്വയർമെന്റ് വായിക്കാം. കാൽക്കുലേറ്റ് ഡാർവിൻ ലിമിറ്റഡ്സ് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ended 31st March 2025. ഇതൊരു 12 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ ഇയർ ആണ്. ഓക്കെ, നമുക്കിനി റിക്വയർമെന്റ് വായിക്കാം. സോ Darwin Limited owns 100% of App Limited and both companies prepare their accounts to 31st March annually.
സോ ഇവിടെ ഒരു 100% സബ്സിഡറി ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്ട് ലിമിറ്റഡ് ഹാഡ് ആൻ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ഓഫ് 3.6 million for the year ended 31st March 2025. And the following income and expense item have been adjusted to arrive at the accounting profit for the year. ഈ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് 3.6 million കിട്ടുന്നതിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുണ്ട്, കുറച്ച് ഇൻകംസ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ്പെൻസുകളൊക്കെ ഡിഡക്ട് ചെയ്തിട്ടാണ് ഈ ഒരു 3.6 million എമൗണ്ടിൽ അവർ എത്തിയത്. സോ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം എന്തൊക്കെയാണ്. ഇൻകം ഫസ്റ്റ് ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഈ ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമുക്ക് ഫസ്റ്റ് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നല്ല നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് അല്ലെ. അത് നമുക്കൊരു സെപ്പറേറ്റ് നമുക്കൊരു ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യാറ്. സോ ബിക്കോസ് നമുക്ക് ഇത് ട്രേഡ് റിലേറ്റഡ് ആയിട്ട് വരുന്നതല്ല. നമ്മുടെ അടുത്ത് എക്സാമിനർ തന്നെ പറയുന്നുണ്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അങ്ങനത്തെ ഇതൊന്നും ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. സോ ഈ ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് നമ്മൾ സെപ്പറേറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ട്രേഡിംഗ് പ്രോഫിറ്റിന്റെ അണ്ടറിൽ വരുന്നതല്ല. സോ നമ്മൾ ഇത് ഡിഡക്ട് ചെയ്യണം. ഓക്കെ, അതായത് ഈ 3.6 million നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണിത്. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആപ്പ് ലിമിറ്റഡ്, അതായത് നമ്മുടെ സബ്സിഡറി നമ്മുടെ അസോസിയേറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഡിവിഡൻഡ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം അൺകണക്റ്റഡ് കമ്പനി. ഈ രണ്ട് ഡിവിഡൻസും നമ്മൾ ആഡ് ചെയ്യാറില്ല, ലൈക്ക് നമ്മൾ ഇവിടെ ആഡ് ചെയ്യില്ല. സോ നമുക്ക് ഇത് ഡിഡക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ഡിവിഡൻഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നിടത്ത് മാത്രമേ നമ്മൾ ഡിവിഡൻഡ് എടുക്കാറുള്ളൂ അല്ലെ. സോ ഇത് രണ്ടും നമുക്ക് ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട എമൗണ്ട് ആണ്. ആൻഡ് റെന്റ് ഫ്രം എ സ്പെയർ വെയർഹൗസ് ലെറ്റ് ഔട്ട്. റെന്റ് നമ്മൾ ട്രേഡിംഗ് ഇൻകത്തിന്റെ പാർട്ടല്ല. റെന്റ് നമ്മൾ കാണിക്കുന്നത് പ്രോപ്പർട്ടി ഇൻകം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു ഹെഡ് ആയിട്ടാണ്. സോ ഇതും നമുക്ക് ഡിഡക്ട് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ്. ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വരുമ്പോൾ ഡിപ്രീസിയേഷൻ നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ലോസ് ഓൺ ഡിസ്പോസൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അത് ഈ ലോസ് ഓൺ ഡിസ്പോസലും അതുപോലെ തന്നെ ഡിപ്രീസിയേഷനും നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ബിക്കോസ് ഇതൊരു ക്യാപിറ്റലൈസ്ഡ് എക്സ്പെൻസ് ആണ് അല്ലെ. സോ നമ്മൾ ഇത് ആഡ് ബാക്ക് ചെയ്യും. ദെൻ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ആക്ച്വലി നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. ബട്ട് ഇവിടെ ഇൻക്ലൂഡിംഗ് സ്റ്റാഫ് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ഓഫ് 2,700 എന്ന് പറയുന്നുണ്ട്. നമുക്ക് സ്റ്റാഫ് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് മാത്രമേ ഡിഡക്റ്റബിൾ ആയിട്ടുള്ളൂ. ബാക്കി എന്റർടൈൻമെന്റ് എക്സ്പെൻസ് നമുക്ക് ടാക്സബിൾ ആണ്. സോ ഈ എമൗണ്ടും നമുക്ക് ആഡ് ബാക്ക് ചെയ്യണം. ആൻഡ് ഈ എന്റർടൈൻമെന്റ് എക്സ്പെൻസ് അത് സ്റ്റാഫ് എന്റർടൈൻമെന്റ് എക്സ്പെൻസ് ആയ 2,700 നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. ദെൻ ഫൈൻസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. അതുപോലെ തന്നെ ക്വാളിഫൈങ് ചാരിറ്റബിൾ ഡൊണേഷൻ QCD നമുക്ക് ആക്ച്വലി ഡിഡക്റ്റബിൾ ആണ്. ബട്ട് എവിടെ നമ്മൾ അത് ഡിഡക്ട് ചെയ്യുന്നത്? നമ്മളത് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ്, അതായത് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ടൈമിലാണ് ഇത് ഡിഡക്ട് ചെയ്യുന്നത്. അല്ല നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്നല്ല QCD ഡിഡക്ട് ചെയ്യുന്നത് അല്ലെ. സോ അത് നമ്മൾ ഇവിടെ ഈ 3.6 million ഇവിടെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. ഓക്കെ, ഇവിടെ ആഡ് ബാക്ക് ചെയ്തിട്ട് നമ്മൾ ആഡ് ബാക്ക് അല്ല, നമ്മൾ ഇവിടെ ഡിഡക്ട് ചെയ്യും. ആഡ് ബാക്ക് ചെയ്യും. ആൻഡ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നാണ് ഈ ഒരു QCD ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒരു ക്യാപിറ്റൽ അലവൻസ് പറയുന്നുണ്ട്. ക്യാപിറ്റൽ അലവൻസിൽ മെയിൻ പൂളിൽ തന്നിട്ടുണ്ട് ബാലൻസ് ബ്രോഡ് ഫോർവേഡ്. ദെൻ അതുപോലെ തന്നെ സ്പെഷ്യൽ റേറ്റ് പൂൾ തന്നിട്ടുണ്ട്. Then Davy Limited made the following purchases and disposals during the year ended 31st March 2025. Purchase new air conditioning system, അതുപോലെ തന്നെ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ ഇത് രണ്ടും നമുക്ക് AIA ക്വാളിഫൈങ് ആണ്. സോ നമുക്ക് ഇതിന് AIA എടുക്കാം. ദെൻ ഡിസ്പോസൽ വരുമ്പോൾ ഓൾഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഒറിജിനൽ പർച്ചേസ് പ്രൈസ് 9,200, അതുപോലെ തന്നെ അവർ ഡിസ്പോസ് ചെയ്തിരിക്കുന്നത് 6,000 പറയുന്നുണ്ട്. ദെൻ ഒരു ക്യാപിറ്റൽ ഡിസ്പോസൽ Davin Limited sold a freehold factory on 12th February 2025 for 5,10,000. The factory had originally been brought in November 2016 for 2,85,000. സോ നമ്മൾ ഒരു ഫ്രീ ഹോൾഡ് ഫാക്ടറി ഉണ്ടായിരുന്നു. അത് 12th February 2025 നമ്മൾ 5,10,000 വിറ്റു. ആൻഡ് ഇത് ഒറിജിനലി നമ്മൾ വാങ്ങിച്ചത് 2016 2,85,000. And Davy Limited had already brought another smaller factory for 4,87,000 in October 2024. ഇതിനിടയ്ക്ക് ഒക്ടോബർ 2024 ആള് ഓൾറെഡി ഒരു ഫാക്ടറി വാങ്ങിച്ചിട്ടുണ്ട് ഫോർ 4,87,000. സോ ഇവിടെ ഒരു റോൾ ഓവർ റിലീഫിന്റെ ഒരു കേസ് വരുന്നുണ്ട്. ആൻഡ് ഇൻഡെക്സേഷൻ നമ്മുടെ 2016
നവംബർ 2016 ടു ഡിസംബർ 2017 ഒരു ഇൻഡെക്സേഷൻ ഫാക്ടർ വന്നിട്ടുണ്ട് 0.047. ആൻഡ് പിന്നെ ഒരു ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട് ദാറ്റ് പ്രീവിയസ് ഇയറിലെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് 8,14,000 ആണെന്നുള്ള കാര്യം. സോ ഇത്രയുമാണ് നമ്മുടെ ഇൻഫർമേഷൻസ്. ഇനി നമുക്ക് വർക്കിംഗ്സിലേക്ക് നടക്കാം. വർക്കിംഗ്സ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ചോദിക്കുന്നത് എന്താണ്? ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ്. സോ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റിൽ നമുക്കിപ്പോൾ വായിച്ചപ്പോൾ മനസ്സിലായി ഫസ്റ്റ് ഒരു ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ്, ഇത് ഈ 3.6 മില്യണിലെ അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തിയ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് വരും. ദെൻ ഒരു ഇൻട്രസ്റ്റ് ഇൻകം, ബാങ്ക് ഇൻട്രസ്റ്റ് വരും. അതുപോലെ തന്നെ ഒരു ക്യാപിറ്റൽ ഡിസ്പോസൽ വന്നിട്ടുണ്ട്, സോ ചാർജബിൾ ഗെയിൻ വരും. ദെൻ അതുപോലെ ഒരു റെന്റിന്റെ കേസ് പറയുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക്, സോ ഒരു പ്രോപ്പർട്ടി ഇൻകം വരും. ഇത്രയുമാണ് നമുക്ക് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് വർക്കിംഗ് ടാക്സ് അഡ്ജസ്റ്റ് ട്രേഡിംഗ് പ്രോഫിറ്റിൽ തുടങ്ങാം. അതായത് നമ്മുടെ ഫസ്റ്റ് നമ്മൾ അക്കൗണ്ടിങ് പ്രോഫിറ്റിൽ നിന്ന് ആഡ് ബാക്കും ഡിഡക്ഷൻസും ഒക്കെ ചെയ്തിട്ട് നമ്മൾ ടാക്സ് അഡ്ജസ്റ്റ് ട്രേഡിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കും. സോ നമ്മുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് എത്രയായിരുന്നു? 3.6 മില്യൺ. 3 ആൻഡ് ആഡ് ബാക്ക് ചെയ്യേണ്ടത് ഡിപ്രീസിയേഷൻ നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഫുൾ എമൗണ്ട് ആഡ് ബാക്ക് ചെയ്യുക. ദെൻ ലോസ് ഓൺ ഡിസ്പോസൽ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഐറ്റം, അതായത് 3,100 അത് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. ദെൻ എന്റർടൈൻമെന്റ് നമ്മൾ പറഞ്ഞു ഈ 10,500 2,700 സ്റ്റാഫ് എന്റർടൈൻമെന്റ് ഉണ്ട്, അത് നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. സോ നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ട കേസില്ല. സോ നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടത് ബാലൻസ് എമൗണ്ട്, ഈ സ്റ്റാഫ് എന്റർടൈൻമെന്റ് കുറച്ചിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് ആഡ് ബാക്ക് ചെയ്യുന്നത്. ദെൻ ഫൈൻസ് 900 അത് ആഡ് ബാക്ക് ചെയ്യണം. ദെൻ ക്യൂസിഡി നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് എവിടുന്നാണ്? ടോട്ടൽ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് എന്നാണ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത്, അല്ലാതെ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്നല്ല. സോ ഇത് വീട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. ദെൻ എന്തൊക്കെ നമ്മൾ ലെസ് ചെയ്യണം? ഫസ്റ്റ് നമുക്ക് എന്റർടൈൻമെന്റ് സ്റ്റാഫ് തന്നെ എഴുതാം. എന്റർടൈൻമെന്റ് സ്റ്റാഫ് നമ്മൾ പറഞ്ഞു ഇത് ഡിഡക്റ്റബിൾ ആണെന്ന്, ബട്ട് നമ്മൾ ഇവിടെ എന്റർടൈൻമെന്റ് സ്റ്റാഫ് എഴുതിയിട്ട് 0 ഇട്ട് കൊടുക്കുക. ബിക്കോസ് ഇതിന് ഇങ്ങനെ 0 കാണിക്കുന്നതിന് നമുക്ക് പോയിന്റ് ഉണ്ട്, പോയിന്റ്സ് അല്ല മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് എന്റർടൈൻമെന്റ് സ്റ്റാഫ് കാണിച്ചു. അതുപോലെ തന്നെ ക്യാപിറ്റൽ അലവൻസ് ഒരു വർക്കിംഗ് ഉണ്ട്, നമുക്ക് ചെയ്യാം. ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു അതിവിടെയല്ല, അത് നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ ഇൻകത്തിലാണ്, ടോട്ടൽ പ്രോഫിറ്റിന്റെ അവിടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മളിവിടെ ഡിഡക്ട് ചെയ്യണം. ദെൻ ഡിവിഡൻഡ് റിസീവ്ഡ് 9,200 അതുപോലെ തന്നെ 7,200 നമ്മൾ ഫുള്ള് ഡിവിഡൻഡ് റിസീവ്ഡ് നമ്മൾ ഡിഡക്ട് ചെയ്യും. ദെൻ പ്രോപ്പർട്ടി ഇൻകം അതായത് 84,000 ഡിഡക്ട് ചെയ്യും. ക്യാപിറ്റൽ അലവൻസ് നമുക്കറിയാം, ഇവിടെ നമുക്ക് ബാലൻസ് റിട്ടേൺ ഡൗൺ വാല്യൂ ബ്രോഡ് ഫോർവേഡ് തന്നിട്ടുണ്ട്. സോ ജനറൽ പൂൾ അതായത് നമ്മുടെ മെയിൻ പൂളിലെ ബാലൻസ് എത്രയാണ്? 1,250,000. ദെൻ സ്പെഷ്യൽ റേറ്റിൽ 213,000. അതാണ് നമ്മുടെ ബ്രോഡ് ഫോർവേഡ്. ദെൻ ക്വാളിഫൈങ് ഫോർ AIA നമുക്ക് 2 പർച്ചേസ് ഉണ്ട്, ന്യൂ എയർ കണ്ടീഷനിങ് ആൻഡ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി. സോ ഇത് രണ്ടും നമുക്ക് AIA ക്വാളിഫൈങ് അസറ്റ്സ് ആണ്. നമുക്ക് ഇതിന് AIA അലവൻസ് എടുക്കാം. സോ ACയുടെ എത്രയാണ്? 4,50,000. അതുപോലെ തന്നെ പ്ലാന്റ് ആൻഡ് മെഷീനറി 55,000. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5,500 കിട്ടും. 5,05,000. ആൻഡ് ഇത് ഫുള്ള് നമുക്ക് AIA അലവബിൾ ആണ്. സോ നമ്മൾ അലവൻസിന്റെ അവിടെ ഈ സെയിം എമൗണ്ട് കാണിക്കുക. ഓക്കെ, ആൻഡ് ഡിസ്പോസൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡിസ്പോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒറിജിനൽ പ്രൈസും തന്നിട്ടുണ്ട്, ഡിസ്പോസൽ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഏതാണ് എടുക്കുന്നത്? ലോവർ ആണ് എടുക്കുന്നത്, അല്ലെ? എന്തുകൊണ്ട് നമ്മൾ ലോവർ എടുക്കുന്നത്? ബിക്കോസ് ലോവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ അലവൻസ് കൂടുതൽ കിട്ടും. ക്യാപിറ്റൽ അലവൻസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ഇൻകം കുറയും. ട്രേഡിംഗ് ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലയബിലിറ്റി കുറയും, അല്ലെ? സോ നമ്മൾ ലോവർ എമൗണ്ട് ആണ് എപ്പോഴും എടുക്കുന്നത്. പ്ലാന്റ് ആൻഡ് മെഷീനറി അപ്പൊ നമ്മൾ 6,000 ഡിഡക്ട് ചെയ്യും. ആൻഡ് നമ്മൾ ഇത് ഫുള്ള് ആഡ് ചെയ്യുക, സം എടുക്കുക. ഇതുപോലെ തന്നെ സ്പെഷ്യൽ പൂളിന്റെയും സം എടുക്കുക. ദെൻ നമുക്ക് റിട്ടേൺ ഡൗൺ അലവൻസ് മെയിൻ പൂളിന് 18%, അല്ലെ?
ഇൻറ്റു 18%. ഇതുപോലെ തന്നെ സ്പെഷ്യൽ റേറ്റ് പൂളിന് 213,000 ഇൻറ്റു എത്രയാണ് 6% അലവൻസ് എടുക്കുക. ദെൻ ഈ അലവൻസും നമ്മൾ അലവൻസ് കോളത്തിൽ കാണിക്കുക. ദെൻ ഇത് സം എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ക്യാരി ഫോർവേഡ് എമൗണ്ട്, അലവൻസ് ക്യാരി ഫോർവേഡ്. ഇത് നമ്മൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം. നമ്മുടെ ടോട്ടൽ അലവൻസ് എന്ന് പറയുന്നത് ഏതാണ്? ടോട്ടൽ അലവൻസ് പറയുന്നത് ഈ മൂന്നിന്റെയും കൂടി സമ്മാണ്. അലവൻസ് കോളത്തിന്റെ സമ്മാണ് നമ്മുടെ ടോട്ടൽ അലവൻസ്. സോ നമ്മുടെ ടോട്ടൽ അലവൻസ് നമുക്ക് കിട്ടി. ഈ അലവൻസ് നമ്മൾ എവിടെ ആഡ് ചെയ്യണം? ഇവിടെ നമ്മൾ ഡിഡക്ട് ചെയ്യുന്നിടത്ത് ഇവിടെ കാണിക്കണം. സോ നമ്മുടെ ടോട്ടൽ അലവൻസും നമ്മൾ അവിടെ കാണിച്ചു. ആൻഡ് ഇതിന്റെ എല്ലാം കൂടി സം എടുക്കുന്നതാണ് നമ്മുടെ അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ്. സോ സം ഓഫ് എവിടെ തൊട്ടെടുക്കണം? നമ്മുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആയ 3.6 മില്യൺ തൊട്ടിട്ട് സെലക്ട് ചെയ്യുക. ദെൻ ഈ ഒരു എമൗണ്ട് ആണ് നമ്മുടെ അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ്. സോ നമ്മുടെ അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് കിട്ടി. ആൻഡ് നമ്മൾ അത് ഇവിടെ കാണിക്കും. വർക്കിംഗ് വണ്ണിന്റെ അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് നമ്മുടെ എമൗണ്ട് നമ്മൾ മെയിൻ പെർഫോമയുടെ ഇവിടെ കാണിച്ചു. പിന്നെ നമുക്കുള്ളത് ബാങ്ക് ഇൻട്രസ്റ്റ്. ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മളിവിടെ ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു. ബാങ്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ് 18,100 നമുക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുക. ദെൻ ഒരു ചാർജബിൾ ഗെയിൻ ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ പ്രോപ്പർട്ടി ഇൻകം ഇവിടെ റെന്റ് എന്ന് പറഞ്ഞിട്ട് 84,000 തന്നിട്ടുണ്ട്. സോ അത് നമ്മൾ ഇട്ടു. ഇനി നമുക്കൊരു ക്യാപിറ്റൽ ഡിസ്പോസൽ ഉണ്ട് അല്ലെ? സോ ക്യാപിറ്റൽ ഡിസ്പോസൽ അതായത് ചാർജബിൾ ഗെയിൻ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. സോ വർക്കിംഗ് 3 ക്യാപിറ്റൽ ഗെയിൻ എത്രയ്ക്കാണ് ഇവര് വിറ്റത്? 2025 ഫെബ്രുവരി 12 ഇവര് 5,10,000 നമ്മുടെ ഫാക്ടറി വിറ്റു. സോ സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 5,10,000. ദെൻ കോസ്റ്റ് എത്രയായിരുന്നു? The factory had originally brought in November 2016 for 2,85,000. So 2,85,000 ആണ് നമ്മുടെ കോസ്റ്റ് ഡിഡക്ട് ചെയ്തു. സോ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കിട്ടും. ദെൻ ഇൻഡെക്സേഷൻ എടുക്കണം. ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 0.0747 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇൻഡെക്സേഷൻ എടുത്തു. സോ നമ്മുടെ എമൗണ്ട് കിട്ടി നമുക്ക്. ആൻഡ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി വരുന്ന ടാക്സബിൾ ഗെയിൻ എത്രയാണ്? അതായത് നമുക്ക് ആക്ച്വലി 5,10,000 നമ്മൾ വിറ്റത്. ആൻഡ് നമ്മൾ ഒരു ഫാക്ടറി വാങ്ങിയിട്ടുണ്ട്. സോ 4,87,000 നമുക്ക് അവിടെ റോൾ ഓവർ റിലീഫിന്റെ ആയിട്ട് ഡിഡക്ട് ചെയ്ത് വരും. സോ നമുക്ക് റോൾ ഓവർ റിലീഫ് ബാലൻസ് വരുന്നത് ഇതിന്റെ ഡിഫറൻസ് അല്ലേ? സോ റോൾ ഓവർ റിലീഫ് നമ്മൾ അവിടെ എടുത്തു വിട്ടു. ഇതിന് മാർക്ക് ഉണ്ട്. സോ റോൾ ഓവർ റിലീഫ് അവിടെ കാണിക്കുക. ആൻഡ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ചാർജബിൾ ആവുന്നത് എത്ര എമൗണ്ട് ആണ്? ഈ 5,10,000 അതുപോലെ തന്നെ നമ്മൾ 2024 ഒക്ടോബറിൽ വാങ്ങിയ 4,87,000 കൂടെ ഡിഫറൻസ് ആയ 23,000 ആണ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത്. സോ ഈ 23,000 നമ്മൾ നമ്മുടെ മെയിൻ പെർഫോമയിലേക്ക് ലിങ്ക് ചെയ്തിടുക. 23,000 ഓക്കെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ നമ്മുടെ ഐറ്റംസ് എല്ലാം ആയില്ലേ? ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആയി, ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടി, ചാർജബിൾ ഗെയിൻ കിട്ടി, പ്രോപ്പർട്ടി ഇൻകം കിട്ടി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ദെൻ അതിൽ നിന്നും QCD ഡിഡക്ട് ചെയ്യുക. QCD നമ്മൾ പറഞ്ഞായിരുന്നു, QCD നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എന്നാണ് ഡിഡക്ട് ചെയ്യുന്നത്, അല്ലാതെ നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് എന്നല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ആഡ് ബാക്ക് ചെയ്തിട്ട് ഇവിടെ ഡിഡക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3,05,11,700 ആണ്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. നമ്മുടെ അടുത്ത് ക്വസ്റ്റിന് ചോദിച്ചിരുന്നത് എന്താണ്? ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2025 ആണ് ചോദിച്ചിരുന്നത്. സോ നമ്മൾ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അടുത്ത് നമ്മളടുത്ത് ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ഡാർവിൻ ലിമിറ്റഡ് കോർപ്പറേഷൻ
sorry, corporation tax liability for the year ended 31st March 2025 and identify the due dates of payment. Corporation tax liability അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ്സും ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു 3 മാർക്ക് ക്വസ്റ്റൻ ആണ്. സോ ദ ഫസ്റ്റ് നമ്മൾ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണം. സോ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ലാർജ് കമ്പനി ആണോ എന്നുള്ള കാര്യമൊക്കെ നോക്കുക. സോ നമ്മൾ ഫസ്റ്റ് ഡാർവിൻ ലിമിറ്റഡ് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി ഫോർ ദ ഇയർ ended 31st March 2025 കൊടുത്തു. ദെൻ നമ്മുടെ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് എത്രയായിരുന്നു? നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 3,05,11,700. സോ 3,5,11,700 അല്ലെ? ദെൻ ഡിവിഡൻഡ് ഫ്രം എയ്റ്റ് ലിമിറ്റഡ്. നമ്മുടെ ആരായിരുന്നു? 100% നമ്മൾ സബ്സിഡി ആണ്. നമ്മൾ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിവിഡൻഡ് എടുക്കുന്നത് ഏതാണ്? ഡിവിഡൻഡ് ഫ്രം നോൺ അസോസിയേറ്റ് കമ്പനീസ് ആണ് അല്ലെ? സോ ഇവിടെ ഡിവിഡൻഡ് ഫ്രം ലിമിറ്റഡ് എന്ന് കൊടുത്തിട്ട് 0 കൊടുക്കുക. ദെൻ ഡിവിഡൻഡ് ഫ്രം അൺകണക്റ്റഡ് കമ്പനി എത്രയാണ്? 7,200. സോ 7,200 എടുക്കുക. അപ്പൊ നമ്മുടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് കിട്ടും. ഓഗ്മെന്റഡ് പ്രോഫിറ്റ് കിട്ടി. ആൻഡ് നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റിന്റെ 25% ആണ് അല്ലെ? 25% എങ്ങനെ വന്നത്? ഇതൊരു അപ്പർ ലിമിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. 2,50,000 എബോ അല്ലേ? സോ അപ്പർ ലിമിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ 25% നമ്മൾ ടാക്സ് ലയബിൾ ആകും. നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് ടാക്സബിൾ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 25% ആണ്. ആൻഡ് നമുക്ക് കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കിട്ടി. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡ്യൂ ഡേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡ്യൂ ഡേറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രോഫിറ്റ് ത്രഷ് ഹോൾഡ് എത്രയാണ്? 1.5 മില്യൺ ആണ്. സോ 1 lakh ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര അസോസിയേറ്റ് കമ്പനീസ് ഉണ്ടോ അത് ആ നമ്പർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ത്രഷ് ഹോൾഡ് എടുക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഡാർവിനും അതുപോലെ തന്നെ എയ്റ്റ് ലിമിറ്റഡും ആണുള്ളത്. സോ ഡിവൈഡ് ബൈ 2 ചെയ്യാം. 7,50,000 ആണ് നമ്മുടെ ത്രഷ് ഹോൾഡ്. സോ ഇത് എക്സീഡ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ലാർജ് കമ്പനിയാണ്. സോ നമ്മൾ ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് പേയ്മെന്റ് വരുന്നത് അല്ലെ? സോ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ ലയബിലിറ്റി എത്രയാണ്? 8,77,000 ആണ്. അതായത് നമ്മുടെ ത്രഷ് ഹോൾഡ് 7,50,000 എബോ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ ഇൻഫോർമേഷനിൽ ലാസ്റ്റ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയറിൽ ഇവരുടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നതും 8,17,000 എബോ ആണ്. സോറി, ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ മാറിപ്പോയി. നമ്മുടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് ആട്ടോ നോക്കുന്നത്. സോ ഇവിടെ ഓഗ്മെന്റഡ് പ്രോഫിറ്റ് നമ്മുടെ ത്രഷ് ഹോൾഡിനേക്കാൾ എബോ ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലും നമ്മുടെ എബോ ആണ്. സോ ഇവിടെ ഒരു നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സിൻസ് ഡാർവിൻ ലിമിറ്റ്സ് വാസ് എ ലാർജ് കമ്പനി ഇൻ ദി preceding accounting period and still a large company, it will be liable to pay tax in quarterly installments. ക്വാർട്ടർലി ആയിട്ടാണ് നമ്മൾ ലാർജ് കമ്പനി ആയതുകൊണ്ട് നമ്മൾ ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നമ്മൾ പേയ്മെന്റ് വരുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് പേയ്മെന്റ് വരുന്നത് 14th ഡേ ഓഫ് 7th മന്ത് തൊട്ടിട്ടാണ് നമ്മുടെ ഫസ്റ്റ് പേയ്മെന്റ് വരുന്നത്. ഫസ്റ്റ് പേയ്മെന്റ് വരുന്നത് എന്നാണ് നോട്ട് കൊടുക്കാം നമുക്ക്. 14th ഡേ ഓഫ് 7th മന്ത്. 14th ഡേ ഓഫ് 7th മന്ത് ആണ് നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് വരുന്നത്. സോ ഈ ഒരു കേസിൽ മാർച്ച് കഴിഞ്ഞിട്ട് ദെൻ ഒക്ടോബറിൽ, അതായത് 14th October 2024 ഫസ്റ്റ് പേയ്മെന്റ് വരും. ദെൻ വരുന്നത് 7 കഴിഞ്ഞ് പിന്നെ 10, 30, 16 അങ്ങനെയാണ് വരുന്നത്. സോ ഫസ്റ്റ് ഒക്ടോബറിൽ വരും, ദെൻ ജാനുവരി വരും, ദെൻ ഏപ്രിൽ, ജൂലൈ. ഇതാണ് നമ്മുടെ പേയ്മെന്റ് ഡ്യൂ ഡേറ്റ്സ് വരുന്നത്. ആൻഡ് പേയ്മെന്റ് എത്രയാണ് വരുന്നത്? നമ്മുടെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി ഡിവൈഡ് ബൈ 4 ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. സോ നമ്മുടെ അടുത്ത് പേയ്മെന്റ് ചോദിച്ചിട്ടില്ല, നമ്മുടെ അടുത്ത് ഡ്യൂ ഡേറ്റ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഡ്യൂ ഡേറ്റ്സ് ഫോർ പേയ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡ്യൂ ഡേറ്റ്സ് ഫോർ പേയ്മെന്റ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെയിം എമൗണ്ട് ആണ് എല്ലായിടത്തും വരുന്നത്. സോ യാ, ഫസ്റ്റ് നമ്മൾ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിച്ചു. ലയബിലിറ്റി 25%. ദെൻ ആ ഒരു ലയബിലിറ്റി നമുക്ക് പേയ്മെന്റ് വരുന്നത് ഫസ്റ്റ് നമ്മൾ ലാർജ് കമ്പനി ആയതുകൊണ്ട് ക്വാർട്ടർലി ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ടാണ് നമുക്ക് പേയ്മെന്റ് വരുന്നത്. ആൻഡ് പേയ്മെന്റ് വരുന്നത് 14th ഡേ ഓഫ് 7th മന്ത് ആണ് ഫസ്റ്റ് പേയ്മെന്റ് വരുന്നത്. ദാറ്റ് ഈസ് 14th October 2024.
ആൻഡ് നെക്സ്റ്റ് വരുന്നത് 10, ദെൻ ഫസ്റ്റ് 7th മന്തിൽ വരും, ദെൻ 10th മന്ത്, ദെൻ 13, ദെൻ 16 ആണ് വരുന്നത്. സോ ഒക്ടോബർ, ജാനുവരി, ദെൻ ഏപ്രിൽ, ദെൻ ലാസ്റ്റ് പേയ്മെന്റ് വരുന്നത് ജൂലൈ 2025 സോ നമ്മുടെ ചോദിച്ച കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ഡ്യൂ ഡേറ്റ്സ് ഫോർ പേയ്മെന്റ് നമ്മൾ കൊടുത്തു. സോ ഇതാണ് നമ്മുടെ സെക്ഷൻ സിയിലെ ഇൻകം ടാക്സിന്റെയും അതുപോലെ തന്നെ കോർപ്പറേഷൻ ടാക്സിന്റെയും ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന ടൈമിലാണെങ്കിലും എക്സൽ ആണെങ്കിലും വേർഡ് ആണെങ്കിലും ഫസ്റ്റ് റിക്വയർമെന്റ് വായിക്കുക. റിക്വയർമെന്റ്സ് മനസ്സിലാക്കിയതിന് ശേഷം സെനാറിയോ വായിച്ചു മനസ്സിലാക്കുക എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. സെനാറിയോ വായിക്കുന്ന ടൈമിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഒരു പെർഫോമർ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ ആൻസേഴ്സ് നമ്പേഴ്സ് എടുത്തിട്ട് ദെൻ വർക്കിങ്സ് ചെയ്യുക. ഇൻ കേസ് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഓൺ ഫിഗർ റൂൾ ഇട്ടിട്ടാണെങ്കിൽ ഒരു ഫിഗർ ഇടുക. ലൈക്ക് ഓൺ ഫിഗർ റൂൾ ഇട്ടിട്ടാണെങ്കിലും നമ്മൾ നമ്മുടെ വർക്കിങ്സ് കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് നമ്മുടെ ഫൈനൽ ഫിഗർ തെറ്റാണെങ്കിൽ കൂടി നമുക്ക് മെത്തേഡ് മാർക്കിംഗ് കിട്ടും, അത് മതി നമുക്ക് പാസ്സാവാൻ. സോ സ്റ്റക്ക് ആവാതെ ഓൺ ഫിഗർ റൂൾ ഇട്ടിട്ടാണെങ്കിലും വർക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഇതിപ്പം കൺഫ്യൂഷൻ ആണ്, ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കുറച്ച് ചിന്തിച്ച് എഴുതാനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് ഫ്ലാഗ് ചെയ്തിട്ട് നമ്മുടെ കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുക. ദെൻ തിരിച്ചു വന്നിട്ട് ലൈക്ക് ഇപ്പം ഇവിടെയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ വർക്കിങ്സ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് കോർപ്പറേഷൻ ടാക്സിന്റെ എയും ബിയും നമുക്ക് എക്സൽ ചെയ്യാനുള്ള വർക്കിംഗ് ആയിരുന്നല്ലോ, സോ അത് രണ്ടും ചെയ്യുക. ദെൻ ഫ്ലാഗ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻകം ടാക്സിന്റെ വേർഡിൽ എഴുതേണ്ട ക്വസ്റ്റ്യനിലേക്ക് വരിക ആൻഡ് ഇതിന് ആൻസർ ചെയ്യുക. ഓക്കെ, എവിടെയെങ്കിലും സ്റ്റക്ക് ആവാൻ തോന്നുകയാണെങ്കിൽ അത് ഫ്ലാഗ് ചെയ്ത് വെച്ചിട്ട് മൂവ് ചെയ്യുക. ദെൻ ലാസ്റ്റ് തിരിച്ചു വന്നിട്ട് അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാതെ വിടരുത്, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ദെൻ ഓൾ ദ വെരി ബെസ്റ്റ്.